പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു പേജിലാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യാൻ നോക്കുന്നെങ്കിൽ ഇപ്പം റെസ്റ്റോറൻറ്റ് ഡിവിയേറ്റ് ചെയ്തെടുത്ത് എനിക്ക് പിടിച്ച് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പോകുമ്പോഴത്തേക്ക് റെസിന് പിടിച്ച് കൊണ്ടുവരാൻ പറ്റും. വീട് എന്ന് പറയുന്നത് ഒരു ഹോട്ടലല്ല. പൊരുത്തം കിട്ടവൻ എന്ന ടാഗ് കിട്ടിയില്ലേ? പ്രത്യേകിച്ചും മദേഴ്സിനാണ് ഇത് ഹാപ്പൻ ചെയ്യുക. ഫാദേഴ്സിന്റെ നമുക്ക് പറയാട്ടോ, ടാക്ടിക്സ് എടുക്കരുത്. മനുഷ്യർക്ക് വേണ്ടുന്ന വലിയൊരു ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ്. ശരിക്കും നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അല്ലേ? അതും ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസിന്റെ ഒക്കെ ഒരു എനിക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഞങ്ങൾ ഷെയർ ചെയ്യാണ് ഈ വീഡിയോയിൽ. എന്തിൻ്റെ ചെക്ക് ലിസ്റ്റാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞങ്ങൾക്ക് 4 മക്കളാണ് ഉള്ളത്. ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്, റെസ്റ്റ് ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ തിരക്കിനിടയിൽ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഞങ്ങൾക്ക് മിസ് ഔട്ടായി പോകരുത് എന്നുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റാണ്. എസ്പെഷ്യലി തിരക്കിനിടയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആർ വി റിയലി ഡൂയിങ് വാട്ട് മാറ്റേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീവിസിറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ചെക്ക് ലിസ്റ്റാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം എത്ര ഓഫൺ ആയിട്ടായിരിക്കും ആ ഒരു ഗിൽട്ട് അല്ലെങ്കിൽ ആ ഒരു തോട്ട് വരുന്നത്? നമ്മൾ ശരിക്കും അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നുണ്ടോ? കൂടുതൽ അതായത് നമ്മൾ തിരക്കപ്പോഴൊക്കെ കൂടുന്നോ അപ്പോഴൊക്കെ നമുക്ക് ഉള്ളിൽ എന്താ പറയാ ഇങ്ങനത്തെ ഒരു പേടി, അവരെ ഡിസേർവ് ചെയ്യുന്ന അവർക്ക് നമ്മൾ നൽകുന്നുണ്ടോ, അത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവലുണ്ട്. കൺസൾട്ടേഷൻസിന്റെ ഇടയിലൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഗിൽട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിലില്ല അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് അല്ല എന്നുള്ളൊരു ഗിൽട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ പല രീതിയിൽ നോക്കും, ഓരോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത്. പക്ഷെ അതെന്നാ കുട്ടികൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുത്തുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അപ്പൊ ഇന്ന് നമുക്ക് ആ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് വാട്ട് റിയലി മാറ്റേഴ്സ്. ഈവൻ നമ്മുടെ ഒരു തിരക്കിനിടയിൽ നമ്മൾ കൊടുക്കേണ്ട, ബിസി ലൈഫിനിടയിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തിരക്കുള്ള ആൾക്കാർ, രണ്ടുപേര് വർക്കിംഗ് ആവാം, രണ്ടുപേര് തിരക്കുള്ളവരാവാം, അവർക്ക് ശരിക്കും എന്താ പറയുക ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പേഴ്സണലി നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഈ ആരോ പണ്ട് പറഞ്ഞതുപോലെ ലൈഫിൽ ഇത്തരം ചെക്ക് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൻ്റെ റൂട്ട് പോലെയാണ്. പ്ലെയിൻ ഒരിക്കലും അതിൻ്റെ റൂട്ടിൽ സഞ്ചരിക്കില്ല, എപ്പോഴും അതിൽ നിന്ന് എപ്പോഴും ഒരു പൈലറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രദ്ധിക്കുക എന്നാണ് പറയുക. അപ്പം അതേപോലെ തന്നെ ഇത്തരം ഒരു ചെക്ക് ലിസ്റ്റ് വിൽ മേക്ക് ഷുവർ നമ്മൾ എവിടെയൊക്കെയാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് എപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും കുറച്ച് അങ്ങോട്ട് പോകും, വീണ്ടും ഇങ്ങോട്ട് വരും. അതൊരു ഒരു ലൈഫ്, അതാണ് ലൈഫ് ഈസ് ആ ഒരു സർക്കിളാണല്ലോ ലൈഫ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു പേജിലാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യാൻ നോക്കുന്നെങ്കിൽ ഇപ്പം റെസ്റ്റോറൻറ്റ് ഡിവിയേറ്റ് ചെയ്തെടുത്ത് എനിക്ക് പിടിച്ച് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പോകുമ്പോഴത്തേക്ക് റെസിന് പിടിച്ച് കൊണ്ടുവരാൻ പറ്റും. യെസ്, ഒരു കപ്പിൾ എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നുള്ള നിലയിൽ കൊണ്ടുപോകാൻ നല്ലതാണ്. അപ്പോൾ ഒന്നാമത്തെ ചെക്ക് ലിസ്റ്റിൽ ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ഒരു മിസ്സിങ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ടുള്ളൊരു കോമൺ ടൈം ഭയങ്കര കുറവാണ്. നമ്മൾ വീട്ടിലുള്ളപ്പോഴും നമ്മുടെ ഒരു മെൻ്റൽ സ്പേസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക, കുട്ടികൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടായിരിക്കും നമ്മളൊരു തരത്തിലുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ഒരു ലാസ്റ്റ് മന്താന്ന് തോന്നുന്നു ഒരു ക്ലയൻറ്റ് ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു, അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ ബാഗിൽ ബുക്സ് അടുക്കി വയ്ക്കുക, ഭക്ഷണം വാരി കൊടുക്കുക, ബെഡ് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി കൊടുക്കുക, എല്ലാ കാര്യങ്ങളും എന്താ പറയുക, അവരങ്ങനെ സ്നേഹം കാണിക്കണത് മക്കളോട്. പക്ഷെ അറ്റ് ദി എൻഡ് ഞങ്ങളുടെ അടുത്ത് എത്താനുള്ള കാര്യം എന്ന് വെച്ചാൽ ഷി വാസ് വെരി ഡ്രെയിൻഡ്. എല്ലാ കാര്യങ്ങളും കൊണ്ട് ഓവർവെൽഡ് ആയിട്ട് ഷീ ഈസ് നോട്ട് ഏബിൾ ടു മാനേജ് എനിത്തിങ്. പ്രത്യേകിച്ചും അതായത് മദേഴ്സിനാണ് ഇത് ഹാപ്പൻ ചെയ്യുക. ദേ ട്രൈ ടു ഓവർ ഡു. അപ്പം അതായത് ഫാദേഴ്സിന്റെ നമുക്ക് പറയാട്ടോ. അത് എന്താ പറയുക വെച്ചാൽ നമ്മൾ പലരും ഇപ്പോൾ കാണുമ്പോഴേക്കും അവർ ആബ്സെൻസ് അവർ ഫില്ല് ചെയ്യാൻ വേണ്ടി, അതായത് ഈവൻ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പോലും, ഞാൻ ഏൺ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പോലും, ഇതൊക്കെ ഞാൻ എന്താ പറയുക, അപ്പോൾ അത് പകരം വീട്ടാൻ വേണ്ടി ഞാൻ അവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വാരി കൊടുക്കുക, പിന്നീട് ആ ഒരു ഗിൽട്ട് അവരെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു എന്നുള്ള ഗിൽട്ട്. അപ്പം ഡെഫിനറ്റ്ലി അവരെ ഒരു പ്രോപ്പർലി ഇൻഡിപെൻഡൻ്റ് ആക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അതൊരു റൈറ്റ് ചോയ്സസ് മേക്ക് ചെയ്തിട്ട് എന്താണ് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ, അതായത് ഒരു 4 വയസ്സുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ 6 വയസ്സുള്ള ഒരാൾക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ എപ്പോഴെങ്കിലും ഒരു സ്നേഹം കൂടുതൽ തോന്നിയിട്ട് എപ്പോഴെങ്കിലും ഒരു കൊഞ്ചിക്കലിൻ്റെ ഭാഗമായി ഒന്ന് വാരി കൊടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കോൺസ്റ്റൻ്റ്ലി എപ്പോഴാണോ ഉമ്മയോ അപ്പയോ അടുത്തുള്ളപ്പം അപ്പൊക്കെ വാരി കൊടുക്കുക എന്ന് പറയുമ്പം അവർ ഒരു ഇൻഡിപെൻഡൻ്റായി ഫീഡ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതിയെ അവരെന്ത് ചെയ്യാണ്, ദേ ആർ മിസ്സിങ് ഔട്ട്. അതെ. പിന്നെ പലപ്പോഴും ഇപ്പൊ നമ്മളിങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് കാണുന്നതാണ് കുട്ടികൾ കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോൾ ദേ സ്റ്റാർട്ട് ഡിമാൻഡിങ് തിങ്സ്.
അവർക്കെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവരുടെ കൂടെ ഗ്രോ ചെയ്യുക. ഇതൊക്കെ ഞങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം യു ആർ ആക്ച്വലി നമ്മൾ അല്ലാതെ പറയണ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അതായത് ഒരു വീട് എന്ന് പറയുന്നത് ഒരു ഹോട്ടലല്ല. അതായത് ഹോട്ടൽ എന്ന് വെച്ചാൽ ഹോട്ടലിലെ ഗസ്റ്റാണ് കുട്ടികളും, ആ ഹോട്ടൽ റൺ ചെയ്യുന്ന ആൾക്കാരാണ് പേരൻസും എന്നുള്ള രൂപത്തിലല്ല വീട്. വീടെന്ന് പറയുന്നത് എല്ലാവരും അവരുടെ ഭാഗങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ വീടെന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഹോട്ടലല്ല വീടെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ തിരിക്കേണ്ട ഒരു കാര്യം. അപ്പം അവർക്ക് സപ്പോർട്ട് കിട്ടേണ്ടടുത്ത് കിട്ടണം. അവരെ അതേസമയം അവർ ഇൻഡിപെൻഡൻ്റായി ഓരോ വയസ്സിലും അവർ വീട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഇൻക്രിമെൻ്റലായി കൂട്ടണം. പലപ്പോഴും ഇതേ പേരൻസ് തന്നെ കുട്ടി വലുതായി, കുട്ടിക്കൊരു 14 വയസ്സായി അല്ലെങ്കിൽ 18 വയസ്സാകുമ്പം ബെഡ് ശരിക്കും വിരിച്ചിടുന്നില്ല. അപ്പോൾ എല്ലാ പരാതികളും കുട്ടികളെ സംബന്ധിച്ച് അപ്പോൾ പറയും, എൻ്റെ മോൻ ഇത് ചെയ്യുന്നില്ല, മോള് എന്ത് ചെയ്യുന്നില്ല, വാഷ്റൂം ഒന്ന് വാഷ് ചെയ്തിടുന്നില്ല. അപ്പോൾ അതേ കുട്ടിയെ നമ്മളൊരു 7 വയസ്സിലും 8 വയസ്സിലും ഇതേ കാര്യത്തിന് നമ്മൾ എന്താ പറയുക ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് അനാവശ്യമായ ഒരു പ്രൊട്ടക്ഷൻ നടത്തി അവർക്ക് അത്തരം എക്സ്പോഷേഴ്സ് കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പം എസ്പെഷ്യലി വർക്കിംഗ് പേര്, ഇപ്പം ഞാനും മറിയവും വർക്കിംഗ് ആവുമ്പോൾ ഉണ്ടാവുന്ന രസം, നമ്മളുടെ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കേണ്ടത് നമ്മളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അത് ഇപ്പം രണ്ടുപേരും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും കുട്ടികൾ അവർ ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഇൻഡിപെൻഡൻ്റ്ലി തന്നെ ചെയ്യുകയും പിന്നീട് അതൊരു ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആവുകയും. അതായത് ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ ജീവിക്കുമ്പം ഇപ്പം എനിക്ക് ഫുഡ് കഴിക്കാൻ അച്ഛനും അമ്മയും വേണം, അല്ലെങ്കിൽ എനിക്ക് ബാത്റൂമിൽ പോകാൻ ഉറങ്ങാൻ വേണം, എല്ലാ കാര്യത്തിനും പഠിക്കാൻ വേണം, എല്ലാത്തിനും ഞാൻ ആളുകൾ ഡിപ്പെൻഡൻ്റ് എന്നുള്ളതാണ്. ഒരു ഡിപ്പെൻഡൻസിയിൽ നിന്നാണ് ഒരു കുട്ടി ട്രാൻസ്ഫോം ചെയ്ത് ഇൻഡിപെൻഡൻസിലേക്ക് വരേണ്ടത്. അതായത് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള കപ്പാസിറ്റി. അവിടെ നിന്ന് കുട്ടി ഇൻ്റർ ഡിപ്പെൻഡൻസിലേക്ക് ഗ്രോ ചെയ്യണം. അതായത് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഫാമിലിയോട് ഒരുമിച്ച് ചേർന്ന് പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്. കൊളാബറേറ്റ് ചെയ്യേണ്ട ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അനിയനെ, ചേട്ടനെ, അല്ലെങ്കിൽ പേരൻസിനെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനെ, ഇവരെയൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ ശരിക്കും ഇതാണൊരു ലൈഫ് സ്കില്ല്. അതെ. അപ്പോൾ അത് കുട്ടിയൊക്കെ നമ്മളപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളവരെ നല്ലപോലെ വഷളാക്കുകയാണ്. അവർക്ക് കിട്ടേണ്ട ഒരു റൈറ്റ് ഓഫ് ബീയിങ് ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതും കൂടെ നമ്മളവിടെ കട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു റിസൾട്ടാണ് അവർ നമ്മളെ കൂടുതൽ ഡിപ്പെൻഡ് ആവും, അവരെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ ഭയങ്കര ഓവർവെൽംഡ് ആവും എല്ലാം ചെയ്തിട്ട്. അപ്പം നമുക്ക് കുട്ടികളുമായിട്ട് നമുക്കൊരു ആപ്റ്റായിട്ടുള്ളൊരു ടൈം കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നെങ്കിൽ നമ്മൾ പക്ഷെ അവർക്ക് വേണ്ടി കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കുന്നത് ഒരു റൈറ്റ് വേ ഓഫ് ബീയിങ്. അവിടെ എനിക്ക് ഒരു രസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിപ്പോൾ കേട്ടിട്ട് ഒരു പേരൻസ് ശരിക്കും പോയിട്ട് മറ്റേ എക്സ്ട്രീമിലേക്ക് പോയിട്ട് എന്താ പറയുക, കുട്ടി നാളെ തൊട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ ഈ പറയണ ഇപ്പം ഞങ്ങളുടെ കുട്ടികൾ 4 പേരുണ്ട്. ആ 4 കുട്ടികളും ഞങ്ങൾ ചെറുതിലോട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായി ഭക്ഷണം കഴിച്ച്, സ്വന്തമായി പാത്രം കഴുകി, സ്വന്തമായി വെച്ചാല് അവര് ഇരിക്കുന്ന പ്രായം തൊട്ട് ഫിംഗർ ഫുഡ്സ് ചെറുതായിട്ട് കൊടുത്ത് അങ്ങനെ ഫുഡിൽ ഇൻഡിപെൻഡൻ്റ് ആക്കി നമ്മൾ കൊണ്ടുവന്നതാണ്. നല്ല മുന്നേ ഇപ്പം മൂത്ത ആൾക്ക് 14 വയസ്സാണ്, ഏറ്റവും ഇളയ ആൾക്ക് 8 വയസ്സാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ ഒരു റിസൾട്ടാണ് ശരിക്കും ദൈവം അനുഗ്രഹിച്ച് ഇപ്പം ഈ ഒരു പീരീഡിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ആ മക്കൾക്ക് പോലും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന മക്കൾക്ക് പോലും അവരുടെ റൂം ചിലപ്പോൾ അവരുടെ എന്താ പറയുക വാർഡ്രോബ്, അതായത് തുണി അടുക്കുന്ന അലമാര അടുക്കി പ്രോപ്പർലി വെക്കണമെന്നില്ല. അതിനുവേണ്ടി എന്താ പറയുക അവിടെ എൻകറേജ് ചെയ്യേണ്ടവരും, അവിടെ ചിലപ്പോൾ നമ്മൾ വഴക്കിടേണ്ടവരും, ചിലപ്പോൾ ഭയങ്കര കൊളാക്കി ഇട്ടേക്കും. ഇതെല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നാളെ തൊട്ട് എന്താ പറയുക ഭയങ്കര നമ്മളെങ്ങനെയാണോ ഞാൻ എങ്ങനെയാണോ എൻ്റെ വാർഡ്രോബ് ഞാൻ പ്രോപ്പർലി അടക്കിയിടുന്നില്ല എന്ന് പറഞ്ഞ് ശരി എൻ്റെ അടുത്ത് വഴക്ക് പറയലുണ്ട്. അപ്പോൾ പിന്നെ പെർഫെക്ഷൻ അല്ല അവിടെ നമ്മൾ കുട്ടികളിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇപ്പൊ ചിലപ്പോൾ അത് മെസ്സായിട്ട് കിടക്കും, എന്നാൽ ചിലപ്പോൾ അടുക്കി വെക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അവർ അടുക്കി വെക്കുന്നുണ്ടാവും. എന്നാൽ ഒരു മെജോറിറ്റി ഡേയ്സ് എങ്ങനെ നല്ലപോലെ പോകേണ്ടതായിരിക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു കണ്ണുകൊണ്ട് കണ്ട് എന്താ പറയാ ഓരോ സെക്കൻഡും ഭയങ്കര നീറ്റായിരിക്കണം. അത് മറ്റേ എന്താ പറയാ എന്തൊരു അസുഖം ഉണ്ടല്ലോ, കുട്ടികളെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അടുക്കി ഭയങ്കര ഭംഗി എന്താ പറയാ അങ്ങനെ ഒരിക്കലും അതല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുട്ടികളുടെ അടുത്ത് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ സത്യത്തിൽ കുട്ടികൾക്ക് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റൂ. അതായത് അവരെ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, ഇപ്പം എനിക്കറിയാം ഏതോ ഒരു ആളുടെ അടുത്ത് ഇങ്ങനെ
ബ്രഷ് ചെയ്യിക്കുന്ന കാര്യം, കുട്ടികളുമായി ബന്ധപ്പെട്ട് ബ്രഷ് ചെയ്യിക്കുന്ന കാര്യം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് ശരിക്കും ബ്രഷ് ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒരു നേരത്തെ ബ്രഷിങ് കുട്ടി ചെയ്യട്ടെ, ഒരു നേരം നിങ്ങൾ ചെയ്യും. ഇപ്പോൾ 2 നേരമാണല്ലോ കുട്ടി ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കുട്ടി അതിലേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് കുട്ടികളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ മാത്രമാണ് അവർ ഒരു എന്താ പറയുക, അവർക്ക് അതിലൊരു കോൺഫിഡൻസ് കിട്ടും. അല്ലെ, അവൻ ചെയ്താലേ ശരിയാവൂല അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ അവ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ആക്കും. കുട്ടി അങ്ങനെ ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ദിവസം അവൻ അങ്ങനെ ആക്കാതെ കഴിക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ആ ഒരു ഇംപെർഫെക്ഷനെ നമ്മൾ വെൽക്കം ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഞാൻ ഫുഡ് കഴിച്ചാൽ ശരിയാവും, അല്ലെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ഫുഡ് കഴിക്കാം, എനിക്ക് ഇൻഡിപെൻഡൻ്റ് പഠിക്കാം, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ബുക്ക് അടുക്കി വയ്ക്കാം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് നീറ്റായിട്ട് ചെയ്യാൻ അവർ പഠിക്കുന്നതും ആദ്യം അവർ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും പഠിക്കുക. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം തന്നെ എടുത്താൽ ആദ്യം സ്വന്തമായിട്ട് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആദ്യം ചെയ്യുക. പക്ഷേ സ്ഥലം മെസ്സായിരിക്കും. പക്ഷേ അവർ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് അവർ ആ നീറ്റ്നെസ്സും അക്വയർ ചെയ്യും. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കഴിക്കാനൊരു ചാൻസ് കൊടുത്തില്ലെങ്കിൽ അവർ ഒരിക്കലും ഇതിലോട്ടൊന്നും എത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, കുറേ ഏരിയാസിൽ ദർ ആർ എ ലോട്ട് ഓഫ് മെസ്. കുട്ടികളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരുന്നതാണ് ഈ മെസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ മെസ്സ് ക്ലിയർ ചെയ്യാനും പതുക്കെ അവർ പഠിച്ചു വരും. അവർക്ക് പക്ഷേ അത് അവിടെ ഉള്ള രസം കഴിഞ്ഞാൽ ഈ ഒരു രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ള പേരൻസ് ആകുമ്പോൾ അവർക്ക് ടൈം കാണൂല. അതെ അതെ ഇപ്പം നമുക്ക് അങ്ങനെ ടൈം ഇല്ലാത്തപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട്സിന്, അപ്പോൾ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ നമ്മൾ വാരി കൊടുക്കലാണ്. പക്ഷെ നമ്മൾ പിന്നാണെങ്കിൽ കുറച്ചൊരു മെസ്സാക്കിയാലും, അപ്പോൾ ആ മെസ്സായി അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. നമ്മളവിടെ ആ ഒരു വൃത്തികേടെന്ന് നമുക്ക് പറയുന്ന ഒരു സാധനം നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പം ആളുകൾ എങ്ങനെ നമ്മളെ കരുതുന്നു എന്ന് നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ ശരിക്കും അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ കുട്ടി അടുത്ത കൊല്ലം എന്ത് ചെയ്യുക, ഇതാവുക, ഫിനിഷും ചെയ്ത് അവിടെ നീറ്റാക്കാൻ എത്തുക എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഒന്നാമത്തത് അതാണ്, കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരണം. അവരോടുള്ള ഓവർ സ്നേഹവും നമ്മുടെ ഗിൽട്ടും കാരണം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാതെ ശ്രദ്ധിക്കുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങളത് റൈറ്റ് ആയിട്ടുള്ള സെൻസിൽ തന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് സ്നേഹം കാണിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് പോയി ബെഡൊക്കെ ശരിയാക്കി അവരെ കിടത്തുന്നതോ ഒന്നും അല്ല അതിനല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു മെജോറിറ്റി ഡേയ്സിൽ അവർക്ക് വേണ്ടുന്ന ഒരു ഇൻഡിപെൻഡൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. പിന്നെ രണ്ടാമത്, മെജോറിറ്റി ഫാദേഴ്സ് ആയിരിക്കും, പക്ഷേ എന്നാൽ സ്ത്രീകളും ചെയ്യുന്ന ഒന്നാണ്. അതായത് നമ്മൾ കൂടുതൽ അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് നമ്മുടെ ഒരു ലാക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുക. ഫാദേഴ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഫാദേഴ്സ് ചെയ്യുന്നുണ്ട്, പല മദേഴ്സും ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യലി സിംഗിൾ പേരൻസ് ഉള്ള ഫാമിലീസിൽ കുട്ടികളുടെ ഒരു സ്നേഹവും അവരുടെ ഒരു ഹാപ്പിനെസ്സും ഒക്കെ നിലനിർത്താൻ വേണ്ടി ഏത് പേരൻ്റാണോ കൂടെ ഉള്ളത് അവരങ്ങനെ ഒരുപാട് ചെയ്യുന്നതായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ റീപ്ലേസിങ് പ്രസൻസ് വിത്ത് പ്രസൻറ്റ് എന്ന് പറയാം. പ്രസൻസ് ഏതാ, ഗിഫ്റ്റിൻ്റെ പ്രസൻസ്. അപ്പോൾ അതാണ് അടുത്തൊരു മിസ്റ്റേക്ക് നമുക്ക് പറയാനുള്ളത്. അതൊരു പ്രസൻറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത് തെറ്റാണെന്നല്ല. കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം, കുട്ടികൾ ഗിഫ്റ്റ് അർഹിക്കുന്നവരാണ്. നമ്മൾ ഓരോ ഗിഫ്റ്റ് വാങ്ങുമ്പോഴും ഒരു ഉള്ളിലൊരു ചോദിക്കേണ്ട ചോദ്യം, ഇതൊരു ഗിൽട്ട് ഡ്രിവൺ ആണോ, ഞാനൊരു ഗിൽറ്റ് വിചാരിച്ചിട്ടാണോ ഐ എം ഗെറ്റിംഗ് ഇൻ ടു ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു സാധനം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങല്ല ചെയ്യേണ്ടത്. ഒരു ഗിൽറ്റിന് പകരമാകുമ്പോഴാണ് അതായത് നിങ്ങൾ വിചാരിക്കും ഇത് കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്ന്. കുട്ടികൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ് കേട്ടോ. എൻ്റെ എല്ലാ കുട്ടികളും ബുദ്ധിയുള്ളവരാണ്. ദേ ക്യാൻ സെൻസ് ഇമോഷൻസ്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ പേരൻ്റ്, എൻ്റെ മദർ അല്ലെങ്കിൽ എൻ്റെ ഫാദർ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ഗിൽറ്റിൻ്റെ പുറത്താണെങ്കിൽ ദേ വിൽ ലേൺ ടു യൂസ് യുവർ ഗിൽറ്റ്. ആ ഗിൽറ്റ് അവർ ഉപയോഗിക്കാൻ പഠിക്കും. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് പിന്നീട് അവർ വലുതാകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് വലിയ കുട്ടികളായിട്ടുള്ളവർ ഇതിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവർ ഈ ഗിൽറ്റിനെ എത്ര വിദഗ്ധമായാണ് നിങ്ങളുടെ അടുത്ത് പലത് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇപ്പം ഒരു ടൂറ് പോകാൻ ഉപയോഗിക്കലുണ്ട്. ഇപ്പം എനിക്ക് തന്നെ അങ്ങനെ അറിയാം. ഇപ്പം വിദേശത്തേക്ക് ടൂറ് പോകണം അപ്പം അവിടെ കുട്ടി വളരെ കൃത്യമായി എന്താ പറയുക, എനിക്കന്ന് അങ്ങനെ തന്നില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തില്ല, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് പോയി, അപ്പോൾ എനിക്ക് അതിന് പകരം ടൂറ് പോകാൻ വിടണം. അതായത് കുട്ടികൾ തന്നെ അത് വെച്ച് നെഗോഷിയേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് കുട്ടികൾ എന്താവുകയാണ്, മാറുകയാണ്. അപ്പം ഇത് ശരിക്കും നമ്മളാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒന്ന്, നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റായ നമ്മുടെ പ്രസൻസ് ശരിക്കും അവർക്കുണ്ടോ എന്നുള്ളതാണ് ഒരു ചെക്ക്. രണ്ടാമത്തെ, നമ്മൾ ഗിൽട്ട് ഡ്രിവൺ ആയിട്ടാണോ അവർക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് തന്നെ മൂന്നാമതൊരു ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്,
ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇന്നത് വാങ്ങിത്തരാം എന്ന്, അതായത് ഗിഫ്റ്റിനെ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണല്ലോ. ഇപ്പം എനിക്ക് അവിടെ തന്നെ ഇപ്പം ഈ പ്രസൻസ് എന്ന് പറയുമ്പം ഇപ്പം നമുക്കും എല്ലാവർക്കും ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരു അടുപ്പിച്ച് രാവിലെ തൊട്ട് ഈ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നൊരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് നമ്മളൊരു നമ്മുടെ പ്രസൻസ് കൊടുക്കണം. അതെ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സോസ്റ്റഡ് ആയിരിക്കും, അവർ വളരെ എനർജിയിലുണ്ടായിരിക്കും. എനിക്ക് തന്നെ ഫീൽ ചെയ്തു എനിക്ക് എൻ്റെ ഒരു പ്രസൻസ് അവർക്ക് നൽകാൻ കഴിയാത്ത. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തും പണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത്, അതായത് ഒരു ഇമോഷണൽ പ്രസൻസ് അല്ലേ എന്നുള്ളത്, അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ബീങ് പ്രസന്റ് ഫിസിക്കലി എന്നുള്ളതല്ല, ബട്ട് ബീങ് എൻ്റെ ഒരു കോളേജ് മേറ്റ് എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ചോദിച്ചിരുന്നു ഇതേപോലെ. പിന്നെ ആണെങ്കിൽ വീട്ടിൽ തന്നെയാണ്, പക്ഷേ നല്ല എന്താ പറയുക, ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൊരു വർക്കല്ല. അതായത് ഒരു ആയയാണ് കുട്ടിയെ അപ്പം നോക്കുക, റൂമിൻ്റെ അകത്തായിട്ട് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ആണെങ്കിൽ അപ്പം കണ്ടിന്യൂസ് അപ്പം വേറെ ഒരു പേരൻ്റാണ് അവിടെ ഉള്ളത്, വീട്ടിൽ ഉള്ളത്. മറ്റേ പേരൻ്റ് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞാൽ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞ് ഡോറ് തുറന്ന് ഈവനിങ്ങിൽ ഇറങ്ങുമ്പം അപ്പോൾ ആയ പോവും. അപ്പോൾ ഈവനിങ്ങിൽ ഡോറ് തുറന്നിറങ്ങുമ്പോൾ ആയ പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരൻറ്റിന് നേരെ വന്ന് TV ഓണാക്കി അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എടുത്ത് ഒരു 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 എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട്സ് കാണാനാണ് തോന്നുന്നത്. ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു സീരീസ് കാണാനാണ്, ഒരു ലൈറ്റ് കോമഡി, എന്താ പറയുക, ഒരു കോമഡി കാണാൻ അല്ലെങ്കിൽ ലൈറ്റ് മൊമെൻറ്റിനാണ് ഒരു ജീവിതത്തിൽ ഒരിക്കൽ കണ്ട ഒരു സീരീസ്, ഒരു കോമഡി സീരീസ് തന്നെ ഒന്നും കൂടെ കാണാനാണ് അപ്പം ആഗ്രഹിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് മെയ്ഡ്സ് ഉണ്ടാവുന്നത് ജസ്റ്റ് ഇവരെത്തുമ്പോൾ ലീവ് ചെയ്യുന്ന മെയ്ഡ്സ് ആണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസ് നോക്കുന്നവരും ഇവർ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യും. അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നോക്കിയത് അവരായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഇനിയും നോക്കാൻ പറയാനും പറ്റില്ല. പക്ഷെ എന്നാൽ വന്ന് കയറുമ്പം ഫേസ് ചെയ്യുന്നതുണ്ടല്ലോ, അതൊരു ഇതിനെ എങ്ങനെയാണ് മറിയം ഈ ഒരു ചലഞ്ചിനെ ഓവർകം ചെയ്യാം? എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല. അവിടെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതൊരു ഇമോഷണൽ ഓവർവെൽം എന്നുള്ളത് എങ്ങനെ ടാക്കിൾ ചെയ്യാം. അതുപോലെ നമ്മൾ ഇപ്പോൾ വർക്കിലാണെങ്കിലും അല്ലാതെ ഒക്കെ നമ്മൾ സ്ട്രെസ് ഡ്രിവൺ ആയിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് തിരിച്ചെത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഐഡിയലായിട്ടിരിക്കാൻ അല്ലെങ്കിൽ സ്ക്രീനിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി കൂടുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഓവറോൾ വെൽബീയിങ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണല്ലോ നമുക്ക് വരുന്ന സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനും അടുത്തെത്തുമ്പോൾ നമുക്ക് വീണ്ടും വി ഹാവ് എ ലോട്ട് ഓഫ് ഇമോഷണൽ സ്പേസ് ടു ഗിവ് അതേഴ്സ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ആവാം, നമ്മുടെ ഇമോഷണൽ വെൽബീയിങ് ആവാം, നിങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ, ഒരു വെൽബീയിങ് എന്നുള്ളൊരു ആസ്പെക്റ്റ് കവേർഡ് ആവുമ്പോഴല്ലേ നമുക്ക് അതായത് ഗോയിങ് ബാക്ക് ടു ദ ഫണ്ടമെന്റൽസ്, അവിടുന്ന് തന്നെ നോക്കി അവിടുന്ന് അപ്രോച്ച് ചെയ്യണം എന്നാണ് ശരിക്കും. ആ ഒരൊറ്റ ഇപ്പം വന്ന് കയറുമ്പോൾ ശരിക്കും നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുന്ന ആ മൊമെന്റ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാലോ അവരുടെ ഒരു സന്തോഷം മുഖത്തുള്ളത്. കണ്ടിന്യൂ ഡോർ തുറക്കുമ്പോൾ ബാക്കി പറഞ്ഞോളൂ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പം എന്താ ഞാൻ പറഞ്ഞത്, ഡോറ് തുറക്കുമ്പോൾ അതെ. അപ്പൊ ആ മൊമെന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു മൊമെന്റ് ആണ്. എനിക്കും ഡോറ് തുറക്കുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് തൊട്ട് ടാക്ടിക്സ് എടുക്കരുത്. ഓക്കെ, പറഞ്ഞത് നമ്മളപ്പോൾ അവിടെ ഞാൻ എനർജറ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് അഡ്രസ്സ് ചെയ്യാൻ നോക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഫെയിൽഡ് ആവുന്നത്. എന്നാൽ ഗോയിങ് ബാക്ക് നമ്മൾ നമ്മുടെ വെൽബീയിങ് ശ്രദ്ധിക്കുന്നു, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അതാണ് നമ്മുടെ അടുത്തൊരു ചെക്ക് പോയിന്റിൽ വരുന്നതെന്ന് അതാണ്. അപ്പോൾ ഹാൻഡ്ലിങ് ആർ ഓവറോൾ വെൽബീയിങ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇമോഷണൽ ഡ്രെയിനിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ബീയിങ് പ്രസന്റ് വിത്ത് ദം, നോട്ട് ജസ്റ്റ് ഫിസിക്കലി പക്ഷെ ഇമോഷണലി ഓൾസോ. അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു ഈവൻ ഒരു നമ്മൾ അവിടെ എടുക്കുന്ന ഒരു ചെറിയൊരു എഫേർട്ട് അല്ല വേണ്ടത്. നമ്മുടെ ഗോയിങ് ബാക്ക് ടു നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വൈറ്റ് ബോർഡിലേക്ക് പോയി നമ്മളുടെ ബേസിക്സ് കറക്റ്റ് ആണോ നമ്മൾ മാനേജ് ചെയ്യുന്ന അവിടെ തൊട്ട് വർക്ക് ചെയ്ത് തുടങ്ങണം എന്നാണ്. അതെ. അപ്പോൾ അവിടെയാണ് ഒരു ഹെൽപ്പ് എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് എടുക്കണം. ഇത് ജസ്റ്റ് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെയും കൂടെ കാര്യമാണ്.
അപ്പോൾ ശരിക്കും അവിടെ കമ്മിങ് ആൻഡ് ഫോക്കസിങ് ഓൺ യുവർ സെൽഫ് എന്നുള്ളതാണ് അവിടെ മേജർലി വേണ്ടത്. ആൻഡ് അതാണ് നമ്മുടെ ഒരു അടുത്ത ചെക്ക് ലിസ്റ്റിലേക്ക് അതായത് കുട്ടികൾക്ക് അവിടെ കുട്ടിയെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും ഇപ്പൊ പറയാന്ന് പറയുന്നത് നിങ്ങൾ കുട്ടിക്ക് കൂടുതൽ സമയം ഉണ്ടാക്കാറാണ്. മറിയ ഇവിടെ നേരെ തിരിച്ചിട്ട് പറയണത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പൊ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കുട്ടിക്ക് വേണ്ടി, അതായത് ആ ഒരു സ്ക്രീനിലേക്ക് പോകുന്നതിനും ഇടയിൽ വേറൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ അറിയില്ല നമ്മൾ എത്ര ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ ഫോൺ നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെ അറിയില്ല. അപ്പോൾ പലപ്പോഴും കുട്ടികൾ വന്ന് ഓരോന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ ഒട്ടും പ്രസൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ശരിക്കും ഒരു അൺഅവോയ്ഡബിൾ ആയിട്ട് ഇപ്പോൾ പോണൊരു കാര്യമാണ്. അവിടെയാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ റസ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഞാനൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, തിരിച്ച് റസ് എന്നെ അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾ പോലും അറിയാതെ ചിലപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പാർട്ട്ണറിന്റെ ശ്രദ്ധ മറിയ ഇടയ്ക്ക് അങ്ങനെ ചെയ്യലുണ്ട്. റസും ചെയ്യലുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ തിരക്കിനിടയിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ വർക്കിന്റെ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അല്ലാതെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് അങ്ങനെ പോണതായിരിക്കാം. പക്ഷെ മക്കളെ സംബന്ധിച്ച് നമ്മുടെ പ്രസൻസ് ഭയങ്കര ആവശ്യമാണ്, നമ്മുടെ ഒരു അറ്റൻഷൻ ഭയങ്കര ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോട്ട് കെയറിങ് ആ സെൽഫ് എന്നുള്ളത് മാറ്റുക എന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു ആസ്പെക്ട് കവർ ചെയ്തു. അപ്പോൾ ഈ തിരക്കിനിടയിൽ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മിസ്സാവുന്ന ഒന്നാണ് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ ലോങ് വിത്ത് മീ. എന്താ പറയുക, ഞാൻ അതിനെപ്പോഴും പറയലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, മനുഷ്യൻ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് വേണ്ടി ഉണ്ടായതല്ല. അതായത് ഞാൻ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് വേണ്ടി, നമ്മൾ ഏലിയനാണ്, ഭൂമിയിൽ ഏലിയനാണ്. അതുകൊണ്ടാണ് വേദന എന്നാണ്. അപ്പോൾ ഇത് ലോങ് ആയിട്ട് ഉള്ളൊരു പെയിനാണ്. അപ്പം അതിൻ്റെ വളരെ അപ്സും ഡൗണും ഒക്കെ ഉണ്ടാവലുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത്, നമ്മളതൊരു നല്ല എക്സസൈസും നല്ല ഒരു ഫുഡും നമ്മുടെ വെയിറ്റും ഒക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്താൽ മാത്രമാണ് എൻ്റെ പെയിൻ ആക്ച്വലി കൺട്രോൾഡ് ആയിട്ട് മാനേജ്ഡ് ആയിട്ട് പോകത്തുള്ളൂ. ശരിക്കും നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അല്ലേ. അതും ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസിന്റെ ഒക്കെ ഒരു നടുക്ക് കിടന്ന് നമുക്ക് ആ ഒരു സ്റ്റേജിലൂടെ പോയതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഒരു വീഡിയോ പോലും ചെയ്യാനുള്ളൊരു ഒരു ഇതുവരെ ഒരു പെയിൻ്റെ ഒരു സ്റ്റേജിലൂടെ ആയിരുന്നു പോയിരുന്നത്. അപ്പം ആ ഒരു സ്റ്റേജിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുട്ടികളുടെ അടുത്താണെങ്കിലും ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും അവരുടെ മുന്നിൽ പ്രസൻ്റ് ആവാനും ഒക്കെ ഉള്ള നമ്മുടെ എബിലിറ്റീസ് കുറയണത് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് താഴേക്ക് പോകുന്നത് സത്യത്തിലാണെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് താഴോട്ട് കൊണ്ടുപോകും. നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്രോണിക് പെയിൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം ഡെഫിനറ്റ്ലി പെയിനിനെ പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാം. ആക്ച്വലി എങ്ങനെയാണ് പെയിൻ വരിക, എങ്ങനെയാണ് ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആവും. നിങ്ങൾക്ക് എല്ലാവർക്കെങ്കിലും ക്രോണിക് പെയിൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും എനിക്ക് 2 ഡോക്ടേഴ്സ് ഉണ്ട്. ബോത്ത് ആർ ആക്ച്വലി വെരി വെരി ഗുഡ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന പെയിനിനെ പറ്റിയാണ്. അപ്പം നമുക്ക് ഒരു ഫിസിക്കൽ അൺഹെൽത്തിനെസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മെൻ്റൽ അൺഹെൽത്തിനെസ്സിലേക്ക് ലീഡ് ചെയ്യും. തിരിച്ച് മെൻ്റൽ അൺഹെൽത്തിനെസ് നമ്മുടെ ഒരു ഫിസിക്കൽ അൺഹെൽത്തിനെസ്സിനേക്കും ലീഡ് ചെയ്യും. ഇത് നമ്മുടെ ഒരു പ്രസൻസ് വിത്ത് നമ്മുടെ കിഡ്സ്, നമ്മളുടെ ഒരു റിയാക്ഷൻ. അപ്പോൾ എനിക്ക് തോന്നലുണ്ട്, ഞാൻ അല്ലെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്യുന്നതിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു ഹെൽത്ത് നോക്കുക എന്ന് പറയണത് നമ്മളുടെ കുട്ടികൾക്ക്, ഇപ്പോൾ ചിലരിപ്പോൾ അവരവരുടെ ഹെൽത്ത് നോക്കാതെ ഇങ്ങനെ നടക്കുക, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ കുറവായിരിക്കും തോന്നുന്നു, സ്റ്റിൽ ഉണ്ടാവും. നടക്കുമ്പോൾ അവർ ചോദിക്കും ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളവിടെ ശരിക്കും നിങ്ങളുടെ ഒരു നല്ല സെൽഫിനെ കുട്ടിക്ക് നൽകാതിരിക്കുകയാണ് ചെയ്യുക. നിങ്ങളെ കെയർ ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടിക്കൊരു നല്ല ഫാദറിനെയോ ഒരു നല്ല മദറിനെയോ നൽകുന്നതാണ്. അപ്പം നിങ്ങളെ കെയർ ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങളെ കെയർ ചെയ്യുകയും ഇപ്പം നിങ്ങളൊരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരുമിച്ച് കുട്ടിയെ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു ബന്ധത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതും നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു എന്താ പറയുക മാതൃക കാണിച്ചു കൊടുക്കലാണ്. നിങ്ങൾക്ക് മാത്രമായിട്ട് സമയം കണ്ടെത്തുക. നമ്മളിപ്പോൾ പല വീഡിയോസിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കുട്ടികൾ ഉള്ളപ്പോൾ അവിടെ നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അന്യോന്യം കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു വൈബ് തന്നെ നമുക്ക് മക്കളുള്ളപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പോഴാണ് കുട്ടികൾക്കും ഇപ്പം അപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഇപ്പം മക്കൾ എന്ന് പറയുന്നത് ഒരു ദാമ്പത്യ ഒരു മാരീഡ് ലൈഫ് അതിൻ്റെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പം ഒരു കുട്ടി ആയാൽ നമ്മൾ ശരിയായിട്ട് പോവുമോ എന്ന് വിചാരിച്ചിട്ട് കുട്ടിയാവുന്നവരുണ്ട്.
അപ്പം പിന്നെ അങ്ങനെ കുട്ടികൾ ജനിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആരെയും ജഡ്ജിമെൻ്റലായിട്ടോ ആരെയും കുറ്റപ്പെടുത്തിയോ ആരെയും കുറച്ച് കണ്ടോ പറയുകയല്ല ഇത്. മറിയത്തിന് അവിടെ എന്താ തോന്നുന്നത്? അപ്പം അവരെങ്ങനെയാണ് ഡിസ്കവർ ചെയ്യേണ്ടത്? മറിയ ഇപ്പം പറഞ്ഞല്ലോ, കുട്ടി ആവുന്നതിന് മുമ്പ് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ അതിലേക്ക് അത് ഇത് രണ്ടും അങ്ങനെ കണക്ട് ചെയ്ത് എനിക്കൊരു ഇതുണ്ടെന്ന് തോന്നണില്ല. ഇപ്പൊ ഏത് പോയിന്റിലാണെങ്കിലും മക്കളുള്ളപ്പോഴാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഹാസ് ടു ബി ഫിൽഡ്. അത് മക്കൾക്ക് വേണ്ടി മാത്രം എന്നുള്ളതല്ല. ഫസ്റ്റ് പ്രൈമർലി ഇറ്റ് ഇസ് ഫോർ യു, ഇറ്റ് ഇസ് ഫോർ യുവർ പാർട്ട്ണർ ആൻഡ് ഇറ്റ് ഇസ് ഫോർ യുവർ ചിൽഡ്രൻ. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം നല്ലതാവുന്നോ അത്രത്തോളം ഒരു സെക്യൂർ ആൻഡ് ഇമോഷണലി സേഫ് എൻവയൺമെൻ്റ് ആണ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുക. ആ വീട്ടിലെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ എന്താ ബേസ് ഫോർ ദെയർ ഇമോഷണൽ ഹെൽത്ത് ഇൻ ഫ്യൂച്ചർ. അപ്പം ഇത് ഡെഫിനറ്റ്ലി ഇപ്പോൾ കുട്ടികളുണ്ടാകുന്നതിന് മുന്നെയാണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തൊട്ടേ അഡ്രസ്സ് ചെയ്യുക. എപ്പോഴാണോ സ്പാർക്ക് തുടങ്ങുന്നത് ആ സമയത്ത് തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് അതിൽ ആദ്യത്തേൽ വിത്തൗട്ട് ജഡ്ജ്മെൻ്റ് ആണ് ഞാൻ പറയണത്. കുട്ടികൾ നിങ്ങളുടെ മാരീഡ് ലൈഫിൻ്റെ ഒരു ഡ്രൈനെസ്സിൻ്റെ സൊല്യൂഷൻ അല്ല. അല്ല, ഡെഫിനറ്റ്ലി അല്ല. അത് നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചും കൂടെ ഇതുപോലെ കുറച്ചൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് അവനൊരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ശരിയാവും, അല്ലെങ്കിൽ അവക്കൊരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ശരിയാവും എന്ന് പറയുന്ന പോലെയാണ് അവർക്ക് ഇപ്പോൾ ഒരു കുട്ടിയില്ലാത്തതുകൊണ്ട് കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ശരിയാവും എന്ന് പറയുന്നത്. കുട്ടി ഒരു രണ്ടുപേര് ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് ഒരു ടഫായിട്ടുള്ള ഡിസിഷനാണ്. ഇപ്പം എനിക്കറിയാം അങ്ങനെ പിന്നാണെങ്കിൽ അങ്ങനെ കുട്ടിയായിട്ട് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പിന്നാണെങ്കിൽ ഇതേപോലെ എന്താ പറയുക, അവരുടെ മാരീഡ് ലൈഫ് വളരെ ഡ്രൈ ആയപ്പോൾ ആക്ച്വലി അവർ വളരെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ പക്ഷെ അവരുടെ മാരീഡ് ലൈഫ് പിന്നീട് അവർ ഡ്രൈ ആയി മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് അവർ കണ്ടെത്തിയത് ഒരു കുട്ടിയാകുമ്പോൾ നമുക്കത് ശരിയാവുമെന്നാണ് കരുതിയത്. പക്ഷെ അതങ്ങനല്ല ഹാപ്പൻ ചെയ്തത്. അവിടെ സംഭവിച്ചത് ആ കുട്ടി അവരുടെ എന്താ പറയുക ഗ്രാൻഡ് പേരൻസ് ആണ് ആ കുട്ടിയെ വളർത്തുന്നത്. കാരണം പിന്നാണെങ്കിൽ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ശരിക്കും. നമ്മുടെ ലൈഫിൻ്റെ ഒരു ഡ്രൈനെസ് മാറ്റാനുള്ളൊരു യന്ത്രത്തിൻ്റെ പേരല്ല കുട്ടികളെന്ന് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ, രണ്ടാൾക്കാർ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾക്ക് ഒരു ലോകത്തിന് നൽകാൻ പറ്റുന്ന നമ്മളുടെ ഒരു ലെഗസി, നമ്മൾക്ക് വിട്ടുപോകാൻ കഴിയുന്ന ഒരു നന്മ ആയിട്ടാണ് നമ്മൾ കുട്ടിയെ കാണേണ്ടത്. അത് നമ്മൾ രണ്ട് നന്മകൾ, എനിക്കും മറിയത്തിന് ഒരു നന്മയുണ്ടെങ്കിൽ ഞങ്ങളുടെ നന്മയിൽ നിന്നും ഒരു നന്മയെ ഞങ്ങൾക്ക് ലോകത്ത് നൽകാൻ പറ്റുമോ, ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു നന്മ, അതാണ് ശരിക്കും കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്കിടയിൽ അതുണ്ടാവുന്നില്ലെങ്കിൽ അത് കുട്ടിക്കുണ്ടാവുമെന്ന് നമ്മൾ കുട്ടികൾ വരുന്നതോടുകൂടി ഞങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്നൊക്കെ കരുതുന്നത് ഒരു മൂഢത്തരമാണ്. അപ്പോൾ പിന്നെ അടുത്തൊരു ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ തിരക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കുട്ടികൾ സമയവും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഡേ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി പാക്ക് ചെയ്യും. സ്കൂള്, അത് കഴിഞ്ഞ് ഇന്ന ക്ലാസ്, അത് കഴിഞ്ഞ് ഇന്ന ക്ലാസ്, എത്ര മാക്സിമം അത് കഴിഞ്ഞിട്ട് മറ്റേ ഓൺലൈൻ ക്ലാസ്, പിന്നെ ഓഫ്ലൈൻ ക്ലാസ്, പിന്നെ പറയണ്ട. അപ്പം സമയം ഉണ്ടാവും, അതല്ലാതെ അപ്പുറം ഇപ്പുറം ഒക്കെ കംപ്ലീറ്റ്ലി പാക്ക്. പിന്നെ പ്ലാൻഡ് ഗെയിംസ്, എന്താ പറയുക, മറ്റേ ടെന്നീസിൻ്റെ ട്രെയിനിങ്, ബാഡ്മിൻ്റൻ്റെ ട്രെയിനിങ്, ബാസ്കറ്റ് ബോൾ. ഓക്കെ, ഇതൊരു എന്താ പറയുക ഒരു രണ്ടുപേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്ന എന്താ പറയുക ഫാമിലീസിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഇപ്പൊ കുട്ടിയൊക്കെ കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റിയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെയാണ്, ഇനി ജോയിന്റ് ഫാമിലിയാണ്, അങ്ങനെ ഉണ്ടെങ്കിലും ആൾക്കാർ എന്ത് ചെയ്യും, മാക്സിമം കുട്ടി എൻഗേജ്ഡ് ആവട്ടെ എന്നുള്ള രീതിയിൽ. എൻ്റെ അമ്മയ്ക്ക് തന്നെ ഇപ്പം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കണ്ടാൽ ഒരു എന്താ പറയുക, അവർ വെറുതെ ഇരിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ അവരപ്പോൾ ഒരു കോഴ്സ് ചെയ്യണം, പഠിക്കണം, അല്ലെങ്കിൽ അടുത്ത ഒരു സാധനം ചെയ്യണം, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് അവിടെ ഉണ്ട്. ശരിക്കും അത് എൻ്റെ മദർ ഒരു വർക്കിംഗ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു വർക്കിംഗ് പേരൻറ്റിൻ്റെ നിന്ന് വരുന്ന ഒരു സൊല്യൂഷനാണ് പെട്ടെന്നുള്ളത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പ്രത്യേകിച്ച് എയുടെയും ഒക്കെ ഒരു ലോകത്ത് ശരിക്കും നമ്മുടെ ഒരു എക്സിസ്റ്റൻസിനോട് പോലും ക്വസ്റ്റ്യനബിൾ ആവുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വേണ്ടുന്ന വലിയൊരു ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ്. ഈ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത് ശരിക്കും ബോർഡത്തിൽ നിന്നാണ്. ബോർഡത്തിൽ നിന്നാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തെ പറ്റി എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ദൂരദർശനായിരുന്നു. അപ്പോൾ ദൂരദർശൻ എന്ന് വെച്ചാൽ ദൂരദർശന് മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ടി വിയെ ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് ദൂരദർശനാണ് ഉണ്ടാവുക. അപ്പോൾ ദൂരദർശൻ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു വൈകുന്നേരം തൊട്ടാണ്, 5 മണി തൊട്ടോ എന്താണ് മലയാള സംരക്ഷണം, മലയാളത്തിലുള്ള പ്രോഗ്രാമുള്ള, പിന്നെ ഹിന്ദിയാണ്. പിന്നെ നമുക്ക് ഹിന്ദി പണ്ടേ അറിയാത്തത് കൊണ്ട് തന്നെ അന്നൊന്നും നമുക്കൊരു ടി വിയുടെ മുന്നിൽ ഫുൾ ടൈം ഇരിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സിന് റോളില്ല.
അപ്പം ശരിക്കും അന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കുക, നമ്മൾ പിന്നാണെങ്കിൽ നമ്മുടെ ചിന്തയിൽ നിന്നും അത് ചിലപ്പോൾ കുഴുത്തക്കേടെന്നൊക്കെ ആൾക്കാർ പറയാമെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ വായിക്കുക, നമ്മൾ അല്ലെങ്കിൽ ഭാവനയിൽ കാണുക, നമ്മൾ തന്നെ പലതും ഉണ്ടാക്കുക, ഇതൊക്കെ ഹാപ്പൻ ചെയ്യുന്നത് നമ്മൾ ഒരു സ്ട്രക്ചേർഡ് അല്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ എനിക്ക് ലെഗോസിനോട് പോലും, ഇപ്പം പലരും ലെഗോസ് ക്രിയേറ്റീവായിട്ട് കാണുന്നവരുണ്ട്. അതിൻ്റെതായ ബെനിഫിറ്റ്സ് രണ്ട് തരം ലെഗോസ് ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഒന്ന് വെച്ചാൽ ഒരു പ്ലാൻ നോക്കി നിങ്ങൾക്ക് സ്പേസ് ഷിപ്പും റോക്കറ്റും ഒക്കെ ഡിസൈൻ ചെയ്തുണ്ടാക്കുന്ന ലെഗോസ് ഉണ്ട്. ഡോണ്ട് യൂസ് ദാറ്റ്. അതല്ല, ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് എങ്ങനെയും ക്രിയേറ്റ് ചെയ്യാവുന്ന ഓപ്പൺ എൻഡഡ് ലെഗോസ് ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ ഫൈൻ. ലെഗോസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതിലും ഒരു സ്പേഷ്യൽ നോളജ് ഒക്കെ അവിടെ വരികയാണല്ലോ. അപ്പോൾ വേണ്ടെന്നല്ല, പക്ഷെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്ത ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതൊരു പ്ലാൻ ഫോളോ ചെയ്യാണ്. അവരുടെ ഒരു ക്രിയേറ്റീവ് ഓപ്പൺ തിങ്കിങ്ങിനെ അവിടെ എന്തല്ല, അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ആക്ച്വലി. അത്രയും പൈസ മുടക്കിയിട്ട്, മൈ പോയിന്റ് ഈസ് ആക്ച്വലി, അത്രയും പൈസ മുടക്കിയിട്ട് നിങ്ങൾ വാങ്ങേണ്ട ഒരു സാധനമല്ല ലെഗോൻ്റെ പ്ലാൻ അനുസരിച്ച് ബിൽഡ് ചെയ്യേണ്ട സാധനങ്ങൾ. ആ ബിൽഡിംഗ് ബ്ലോക്കുകൾക്ക് ഐ എം പ്രോ ഫോർ ഇറ്റ്. പക്ഷെ ഒരിക്കലും ഒരു പ്ലാൻ അനുസരിച്ച് ബിൽഡ് ചെയ്യേണ്ട ഒരു സാധനത്തിന് അത്രയും പൈസ മുടക്കേണ്ട ഇല്ല, അല്ലെങ്കിൽ അതൊരു ഭയങ്കരമായ വേസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്താ പറയുക, ബുക്സ് കൊണ്ട് വീടുണ്ടാക്കുക, അല്ലെങ്കിൽ തലകണയെ ഒരു പില്ലോനെ ഒരു ബണ്ണിയായിട്ട് വിചാരിക്കുക, ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റിയുടെ എന്താ പറയുക, ക്രിയേറ്റിവിറ്റി സ്പാർക്ക് ചെയ്യുന്ന സാധനം. അതെ, ശരിക്കും ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് മിസ്സാവുന്ന ഒരു കാര്യവും കൂടെയാണ്. അതായത് ഓൺലൈൻ ഗെയിംസും ഒക്കെ വരുമ്പം നമ്മൾ അതെങ്ങോട്ടാണോ കുട്ടികളെ ഡ്രൈവ് ചെയ്യുന്നത്, ആ രീതിയിലാണ് അവരുടെ ചിന്ത പോകുന്നത്, അവരുടെ ഇമാജിനേഷൻ പോകുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു വേക്കൻറ്റ് സ്പേസ് ഒരു ഫ്രീ പ്ലേക്കും അവരുടേതായ കാര്യങ്ങളെ ചിന്തിച്ച് അവരുടേതായ രീതിയിൽ ലിമിറ്റഡ് റിസോഴ്സ് അവർക്കുള്ള ഈ പറഞ്ഞ പില്ലോയോ ചെയർസോ ഒക്കെ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം എനിക്ക് എൻ്റെ ചെറുതിലെയൊക്കെ ഈ ടെലിഫോൺ ഉണ്ടല്ലോ, ടെലിഫോണിൻ്റെ സ്പീക്കർ എടുത്തിട്ട് അതിൽ ഏതൊക്കെയോ ചെറുതില്ല, എനിക്ക് തോന്നുന്നൊരു 6ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടുള്ള കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, അതിൽ ഡയോഡൊക്കെ വെച്ചിട്ട് അത് വീട്ടിലെ എർത്ത് കമ്പിയിലേക്ക് കണക്ട് ചെയ്ത് അതിലൂടെ റേഡിയോ കേൾക്കുക, അതായത് ഇതൊക്കെ എവിടുന്ന് കേട്ടു, എവിടുന്ന് പഠിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം പക്ഷെ പഴയ കിടന്ന ടെലിഫോൺ അഴിച്ചെടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു കളിപ്പാട്ടം പോലും അതെങ്ങനെയാണോ കളിക്കണം എന്ന് അതിൻ്റെ ക്രിയേറ്റർ വിചാരിച്ച രൂപത്തിലല്ല നമ്മളൊന്നും കളിച്ചിട്ടുള്ളത്. ഒരുത്തം കെട്ടവൻ എന്ന ടാഗ് കിട്ടിയില്ലേ? പക്ഷെ അതാണ് എന്താ പറയുക, ആ ഒരു സ്പേസ് നമ്മുടെ കുട്ടികൾക്ക് എത്ര കിട്ടുന്നുണ്ട്. അതാണ് ഒരു കുട്ടിയാകാനുള്ള ഒരു സ്പേസ് കുട്ടിക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് കാണുന്നത്, ഇപ്പം ഞാനൊരു എന്താ പറയുക, ഒരു ടെക്നോളജിയിലും ഒക്കെ ബിസിനസ്സിലും ടെക്നോളജിയുടെ നടുക്ക് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഭാവിയിൽ എന്ത് ജോലിക്ക് പോകുമെന്ന് ഒരു രീതിയിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ശരിക്കും പിന്നാണെങ്കിൽ കുട്ടികൾ അന്ന് നിങ്ങൾ ഇന്ന് അതായത് ഫിക്സ്ഡ് ആയ ക്ലാസ് റൂമുകളിൽ നിന്ന് അവരെ കോച്ച് ചെയ്യിപ്പിക്കാൻ വിചാരിക്കുമ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ അൺഫിക്സ്ഡ് ആയ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. അവിടെ അവർക്ക് സ്വയം കണ്ടെത്താനും മനസ്സിലാക്കാനും കഴിയണം എന്നുള്ളിടത്താണ് അവരുടെ എല്ലാ ടൈമും നിങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, അവർക്ക് ബോർഡ് ആവാനൊരു സ്പേസും കൊടുക്കുക. അവർ ബോറടിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിറകെ വന്നെന്നിരിക്കും. കാര്യം ദേ ആർ നോട്ട് യൂസ് ടു ഇത്. പക്ഷെ അതൊക്കെ സെറ്റിൽ ആയിക്കോളും. ഈ പറയണൊന്നും നാളെ കയറി പെട്ടെന്ന് ചെയ്യാനല്ല. ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന പോലെ പതിയെ പതിയെ ആ സ്പേസ് എടുത്ത് കൊണ്ടുവരിക, ഓവർ സ്കെഡ്യൂൾ ചെയ്യാതെ. പിന്നെ അടുത്ത ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ബാക്കിയുള്ളത്. അതെന്ന് പറയുന്നത്, നമുക്ക് കുട്ടികളുമായിട്ട് പല ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസും മേക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ അവരിൽ നിന്നൊരു കാര്യം കാണുമ്പോൾ അന്നേരം നമ്മളൊരു ചീത്ത പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അടുത്ത് നമ്മൾ അതിനെപ്പറ്റി ഓർക്കുന്നതും ചിലപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നതും എല്ലാം അടുത്ത തവണ അവരിൽ നിന്ന് അതേ മിസ്റ്റേക്ക് വരുമ്പോഴായിരിക്കും. പക്ഷേ എന്നാൽ അതിനിടയ്ക്കൊരു സ്പേസ് എടുത്ത് നമ്മൾ ആ ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ അവരുമായിട്ട് മേക്ക് ചെയ്യുമ്പോഴാണ്, നല്ല രീതിയിൽ മേക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും കുട്ടികളുടെ ഒരു ക്യാരക്ടറിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരിക. അപ്പോൾ അവിടെ തിരക്കിനിടയിൽ നമുക്ക് മിസ്സായി പോകുന്ന അടുത്തൊരു കാര്യമായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു വർക്കിംഗ് പേരൻറ്റിനെ സംബന്ധിച്ച് ശരിക്കും അതൊരു
വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് തിങ് ആണ് ഒരു ക്യാരക്ടർ ഒരു മോൾഡിങ്. കളവ് പറയുന്ന കാര്യം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്നൊരു കളവ് കേൾക്കുമ്പം എടാ നീ എന്തിനാ കള്ളം പറയണേ എന്ന് പറഞ്ഞാൽ അന്നേരം ചാടുമല്ലോ നമ്മള്. പക്ഷെ എന്നാൽ അടുത്ത തവണ അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനിടയ്ക്കുള്ളൊരു സ്പേസ് ശരിക്കും അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറിയം ബിൽഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെ റോള് വരുന്നത്. അതായത് ഒരു ശരിക്കും ഒരു വർക്കിംഗ് വരെ അപ്പം നമ്മൾ വെൻ വി ഡിസൈഡഡ് ടു വർക്ക്, ഒരു ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യാൻ തീരുമാനിക്കപ്പെടുമ്പോൾ അത് ഓരോരുത്തരെ, അത് ആരെയും ജഡ്ജ് ചെയ്യേണ്ടതല്ല. ഇപ്പം ഞാനും മറിയവും വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു, അത് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിസിഷൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പം പിന്നെ ആണെങ്കിൽ എന്താ പറയുക, ഇപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ എന്താ പറയുക, ഒരു പേരൻറ്റ് വീട്ടിലിരിക്കുന്നു, ഒരു പേരൻറ്റ് പുറത്ത് പോകുന്നു എന്ന് കരുതുന്ന ഒരാൾ ജോലിക്ക് പോകുന്നു എന്ന് പറയുന്ന ആ വീട്ടിലിരിക്കുന്ന പേരൻറ്റിന് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലിരിക്കുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും രണ്ടു പേർക്കും വീട്ടിൽ പോകുന്നവർക്ക് പറ്റണമെന്നില്ല. അവർ ചിലപ്പം എന്താ പറയുക, ദോശമാവ് കടയിൽ നിന്നും എന്താ പറയുക പാക്ഡ് ആയിട്ടായിരിക്കും വാങ്ങുക. അപ്പം ഞങ്ങൾ ദോശമാവ് ഐഡിയുടെ ആയിരിക്കും വാങ്ങുക. അപ്പോൾ പിന്നെ ആണെങ്കിൽ ദോശമാവ് ഞങ്ങൾ പാക്ഡ് ആയിട്ടായിരിക്കും വാങ്ങുക. കഴിച്ചാ പിന്നെ ഐഡിയ വാങ്ങുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. പിന്നെ ഒരു ഡിസ്ക്ലൈമർ, പിന്നെ ഐഡിയ നമുക്ക് പ്രിയപ്പെട്ട എന്താ പറയുക കമ്പനി ആയതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ പ്രിയപ്പെട്ട ആളുടെ കമ്പനി ആണെങ്കിലും നമ്മളൊരു കളവ് പറയില്ല. ഓക്കെ ഓക്കെ. അപ്പം എന്താ പറയുക, അപ്പം ഒരു വീട്ടിലുള്ളൊരു എന്താ പറയുക വീട്ടിലുള്ളൊരു പാർട്ട്ണറിനെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായി എന്ത് ചെയ്യാം, അത് രാത്രി ഇപ്പം എന്താ പറയുക വെച്ച് അടുത്ത ദിവസം എടുത്ത് അങ്ങനെ ഒരു മാവുണ്ടാക്കി അവർ എന്ത് ചെയ്യണം എന്നില്ല, അങ്ങനെ ഒരു ബാറ്റർ വാങ്ങണം എന്നില്ല. അപ്പം ഇത് ഒരു ചെറിയൊരു കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു ആളാണെങ്കിലും നിങ്ങൾക്കൊരു സ്പേസ് വേണം, ആട്ടാനുള്ള ടൈം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല കേട്ടോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല. അതെ, ആട്ടുന്ന ടൈം കുറെ കൂടെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഞാനവിടെ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. മനസ്സിലായി, അവിടെ തെറ്റിദ്ധാരണ വരാതെ ഞാൻ ഇത്രേ അത് മീൻ ചെയ്തുള്ളൂ. അതായത് നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഒരു ബാറ്റർ കമ്പനിയെ സപ്പോർട്ട് എടുത്തു. അതേ ഫ്രീ ടു, ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പം ഞങ്ങൾ എടുത്തൊരു ഡിസിഷനാണ്, ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത്. അപ്പം ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഹെൽപ്ഫുൾ ആവുന്ന സാധനങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് എടുത്തു. അതേപോലൊരു സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വെൽബീയിങ്, അതായത് നിങ്ങളുടെ ഒരു പേഴ്സണൽ വെൽബീയിങ്ങിനും അതേപോലെ തന്നെ നിങ്ങളുടെ പേരൻറ്റിങ് വെൽബീയിങ്ങിനും നിങ്ങളുടെ വർക്ക് വെൽബീയിങ്ങിനും ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം, നിങ്ങളുടെ ഒരു പേഴ്സണൽ കോച്ച്, പേഴ്സണൽ മെൻറ്റർ, പേഴ്സണൽ തെറാപ്പിസ്റ്റ് എന്ന റോളിൽ ഒരാൾ നിങ്ങൾക്ക് ഉണ്ടാകുക, നിങ്ങളുടെ ജീവിതത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അറിയാം ബിൽഡ് ചെയ്യുന്ന നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിട്ട് വർക്ക് ക്വിറ്റ് ചെയ്തിരുന്നു, കാര്യം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പിന്നെ ആ ഒരു ബാലൻസിലോട്ട് എത്തിയത് എന്നുള്ളത് ശരിക്കും ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലും കൂടാണ് നമ്മൾ ക്രിങ്ക സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ഏരിയാസിലൊക്കെ ചലഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക. നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി ആണ് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളുമായിട്ട് ആ ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ് അടുത്തൊരു ഇൻസിഡൻറ്റിന് മുന്നേ നമ്മൾ മേക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും എക്യുപ്ഡ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ പല വർക്കിംഗ് ഫാമിലീസിന് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം നിങ്ങളുടെ കുട്ടിയെ അറിഞ്ഞ്, നിങ്ങളെ അറിഞ്ഞ് എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഇനിയും ഒക്കെ ചെയ്യാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ക്രിങ്കിലെ മെൻറ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും. എന്തൊക്കെയാണ് നിങ്ങൾ കുട്ടികളുമായിട്ട് സംസാരിക്കേണ്ടത്, എങ്ങനെ അവരെ ആ ഒരു മോറൽ വാല്യൂയിലേക്ക് എത്തിക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമ്മളിവിടെ കുറേ ചെക്ക് ലിസ്റ്റ് നമ്മൾ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം.